ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദ വീഡിയോ. സോ ഇതാണ് ഞാൻ പ്രോഡക്റ്റ്. ജസ്റ്റ് ഫസ്റ്റത്തെ കവർ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒന്ന് തുറന്ന് നോക്കാം. നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതാണ് ആ പ്രോഡക്റ്റ്. ഞാനൊരു സെൽഫി സ്റ്റിക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രോഡക്റ്റാണത്. സോ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. ഈ ഒരു സ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. ഒരു USB കേബിൾ വന്നിട്ടുണ്ട് ചാർജ് ചെയ്യാനായിട്ട്, ലൈറ്റൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടുള്ള ഒരു മാനുവലും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിൽ ഒരു കുഞ്ഞ് ലൈറ്റാണ് വരുന്നത്. ഇത് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഫോൺ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു ഇത് ജസ്റ്റ് ലൂസി ആയിട്ട് വേണം നമുക്കിത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ. ഇത്രയാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. പിന്നെ നമുക്കിത് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നും നിവർത്തി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അതൊരു ട്രൈപോഡുമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. അല്ലാതെ ഒരു സെൽഫി സ്റ്റിക്കായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഷട്ടർ ബട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും വരുന്നുണ്ട്. അത് നമുക്ക് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് കത്തുന്നതാണ്. പിന്നെ എന്നിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ബ്ലൂടൂത്തൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു മാനുവൽ വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ജസ്റ്റ് സെറ്റിങ്സിൽ പോയാൽ ഓൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബട്ടണിനകത്ത് ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അത് കണക്റ്റ് ആവുന്നതാണ്. പിന്നെ അത് സെൽഫി എന്ന് പറഞ്ഞൊരു സാധനം വരും. അത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവുന്നതാണ്. പിന്നെ നമുക്കിനി ഫോട്ടോസ് ഇത് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അത് ഓഫ് ആവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ബാക്കിലൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ അത് ഓൺ ആവുന്നതാണ്. നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. ഒരു അഡ്ജസ്റ്റിംഗ് ആണ്. പിന്നെ വീഡിയോ ക്രിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ മസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു USB കേബിൾ ഇവിടെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു USB കേബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നല്ല ഫോൾഡബിൾ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനും പറ്റും. സോ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും. ബൈ.